കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകുമെന്നാണ് നേതാക്കൾ ദില്ലിയിലെ യോഗത്തിന് ശേഷം പറഞ്ഞത്. കെ സുധാകരനെ മാറ്റാനോ പുനഃസംഘടനയ്ക്കോ തീരുമാനമായില്ല. നേതാക്കൾ ഭിന്നത പരസ്യമാക്കരുതെന്നാണ് ദില്ലിയിലെ ഹൈക്കമാൻഡ് യോഗത്തിലെ സുപ്രധാന തീരുമാനം. വി ഡി സതീശന് നിരാശ പകരുന്ന തീരുമാനങ്ങളാണ്. തരൂർ ഭിന്നതയും മുതിർന്ന നേതാക്കൾ സുധാകരനെ പിന്തുണച്ചതുമൊക്കെ സതീശൻ്റെ പാർട്ടിയിലെ ലക്ഷ്യങ്ങൾക്ക് വിലങ്ങുതടിയായി. പ്രതിപക്ഷത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇല്ലായ്മയും അദ്ദേഹത്തെ വലയ്ക്കുന്ന പ്രശ്നമാണ്. സർക്കാരിനെതിരെ ഏറ്റെടുക്കുന്ന ഒരാരോപണവും മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല. വസ്തുതകൾ വെളിപ്പെടുമ്പോൾ ആരോപണങ്ങൾ അൽപായുസായി മാറുന്നു. ഭരണപക്ഷ വിരുദ്ധതയ്ക്കപ്പുറം കേരള വിരുദ്ധതയിലേക്ക് മാറിയ പ്രതിപക്ഷമാണ് UDF എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചത്. പാളുന്ന പ്രതിപക്ഷവും തിരിച്ചടി നേരിടുന്ന പ്രതിപക്ഷ നേതാവും ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, A സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഞാൻ ഈ ചർച്ച ശ്രീ സജീവനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ശ്രീ സജീവൻ, ഇന്നിപ്പോൾ അല്പം മുമ്പ് വന്ന ദില്ലിയിൽ നിന്നുള്ള ഹൈക്കമാൻഡ് വാർത്തകൾ എന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുമാത്രം കേന്ദ്രീകരിച്ച് ഇന്ന് വൈകുന്നേരത്തെ രാത്രിയിലെ ഈ ദൃശ്യമാധ്യമ ചർച്ചകൾക്കൊക്കെ കോപ്പുകൂട്ടിയ ഒരു സംഭവമുണ്ട്. ഇന്ന് പകലൊക്കെ ബെന്നി ബെഹനാൻ പ്രസിഡൻ്റ് ആവാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സമ്മർദ്ദമേറുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. ഫലത്തിലെല്ലാം കഴിയുമ്പോൾ എതിർപ്പുകൾ, ഭിന്നത പരസ്യമാക്കരുത്, നിങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയരുത്, ഇതിനകത്തൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ എന്ന് പറയാനാണ് ഒരു ഹൈക്കമാൻഡ് ഇത്ര വലിയ യോഗം വിളിച്ചതെന്ന് തോന്നിപ്പോകും. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് വരുന്നു, നേതാക്കളെ എല്ലാം ദില്ലിക്ക് വിളിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷം ഈ തീരുമാനങ്ങൾ എന്ന് വരുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഒട്ടും അദ്ദേഹം ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ നീങ്ങിയതിനോ അനുസരിച്ച് ഒന്നും വന്നില്ല എന്ന് തോന്നുന്നുണ്ടോ താങ്കളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മള് പുറത്തേക്ക് പറയരുത്, നമുക്ക് അടച്ചു വെച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ആളുകൾ അറിയിക്കാതിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനകത്തെ പ്രശ്നം തീരുന്നുണ്ടോ? ഹൈക്കമാൻഡ് ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം ഇതാണ്. കോൺഗ്രസിനകത്ത് പണ്ട് ഇതാണ്, കുറെ കാലമായിട്ട് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഇത്തരത്തിൽ പ്രശ്ന പരിഹാരത്തിലേക്ക് പോവാതെ ഏതെങ്കിലും തരത്തിൽ ഒതുക്കി നിർത്തുക, എന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഈ ഒരു കടലാസ് വെച്ച് മൂടുന്നത്, ഒരു കാറ്റ് വന്നാൽ പെട്ടെന്ന് പറന്നു പോകുന്ന രീതിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ തൽക്കാലം ഒരു കടലാസ് വെച്ച് മൂടിയിട്ടുള്ളതാണ്. ആ കടലാസ് വെച്ച് മൂടിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ? കോൺഗ്രസിനകത്ത് കുറെ കാലമായിട്ട് ഓരോ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിങ്ങൾ അടങ്ങിയിരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം പറയുകയും അത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വിഷമായിട്ട് പുറത്തേക്ക് ചാടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വലിയ പഴയ കാലത്തേക്കൊന്നും വേണ്ടേ, ഇവിടെ ഈ രണ്ടുപേരും, ഈ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനും KPCC പ്രസിഡന്റായിട്ട് സുധാകരനും അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇവിടെ പല ആളുകളും വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ പലതവണ ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന കാര്യമാണ്. ഇപ്പൊ നേരിട്ട് വിളിക്കുന്നു, നേരിട്ട് വിളിച്ചിട്ട് പോലും സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാൻഡ് എന്ന് പറയുന്ന വാക്കിനൊരു ഒരു വില കൊടുക്കണമല്ലോ. ഇവിടെ കമാൻഡ് ഉണ്ടാവുന്നില്ല, റിക്വസ്റ്റ് മാത്രമാണ്. ആ റിക്വസ്റ്റ് ആണെങ്കിൽ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകുന്നു. എത്രയോ തവണ പണ്ട് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് റിക്വസ്റ്റ് നടത്തിയ കഥ നമുക്കറിയാം. അടി തൽക്കാലത്തെ നിർത്ത്, എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോ ഇതില് കമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോകുന്നില്ല. പണ്ട് അതുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുണാകരനാണെങ്കിലും AK ആന്റണി ആണെങ്കിലും അത് അനുസരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴതല്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും പിന്നെ ചെന്നിത്തലയുടെ കാലത്തും ഇതേപോലെയൊക്കെ ഉണ്ട്. കാരണം ഒരു പരസ്പര ധാരണയോട് കൂട്ടി അവർ മുന്നോട്ടേക്ക് പോയിരുന്നു. ഇതിപ്പോ ഒരു ധാരണയില്ല എന്ന് മാത്രമല്ല, കണ്ടാൽ മിണ്ടാത്തത്ര വിധം ഭിന്നതയിൽ അകന്നു നിൽക്കുന്നവരാണ് എന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യം പകരുന്ന വിധത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കുറെ കൂടി കാര്യമായി പെരുമാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് കെ സുധാകരൻ KPCC പ്രസിഡന്റും പരസ്യമായി പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കും, ഇനി എങ്ങനെയൊക്കെയാണ്, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനൊക്കെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആലോചിച്ചു എന്നാണ് വാർത്തകളിൽ കേൾക്കുന്നത്. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ,
തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത തരത്തിൽ നിൽക്കുന്ന ഉന്നത നേതാക്കൾ, നേതൃത്വം കൈയാളുന്നവർ. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളെ, ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഇവരെ എല്ലാവരെയും വിളിച്ച് ചേർത്തിരുത്തി എന്ത് തീരുമാനമാണ്. എന്നാൽ ചില ആളുകൾ ഒട്ട് പോയതുമില്ല, പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. തൃപ്തി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ തൃപ്തി കുറവ് എന്ന് ചോദിച്ചൊരു നേതാവ് കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ആലോചിച്ചു എന്നുകൂടി വാർത്തകൾ കൊടുക്കുകയോ വരികയോ ആണ് ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യമുള്ളത്, രണ്ട് പ്രധാന നേതാക്കന്മാർ, ഒരു മുൻ KPCC പ്രസിഡന്റ്, ഒരു നിലവിലുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഈ രണ്ടു പേരും ഇപ്പോഴത്തെ രാഷ്ട്രീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അധിക ദിവസമായിട്ടില്ലല്ലോ. ശശി തരൂർ പറഞ്ഞിട്ടുള്ളത് മൂന്നാം തവണ വീണ്ടും LDF അധികാരത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതേ കാര്യമാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ വെറുതെ പറയുന്നില്ലല്ലോ. അവര് നോക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ UDFന് അധികാരത്തിൽ കയറാൻ പറ്റുന്ന സാഹചര്യം കുറവാണ്. അപ്പൊ ആ സാഹചര്യം കുറവാണോ അല്ലയോ, ഒരുപക്ഷെ അവര് കളവ് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവർ പക്ഷെ എന്തെങ്കിലും ഓർക്കാപ്പുറത്ത് പറഞ്ഞായിരിക്കും. എന്തായാലും ആ ഒരു പ്രശ്നം ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് കൃത്യമായ രൂപത്തിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കുറെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വിളിച്ചു, അതൊരു പരിഹാരവുമില്ല. അവിടെ ശ്രീ സജീവൻ ഒരു കാര്യം കൂടി, ഞാൻ സജീഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന, ഇവരെല്ലാവരും അനുസരിക്കുന്ന നേതാവായിട്ട് പൊതുവേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നോക്കിയാൽ എല്ലാവരും പറയുന്നത് KC വേണുഗോപാലിൻ്റെ പേരാണ്. അദ്ദേഹത്തിനും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത, ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ഇരുപക്ഷവും പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ K സുധാകരനെ മാറ്റാം എന്ന് ശക്തമായൊരു തീരുമാനമെടുക്കാൻ ഉള്ള ധൈര്യം കാട്ടാൻ കഴിയാത്ത, അല്ലെങ്കിൽ VD സതീശനോട് ഈ നിലയിൽ പോകരുത്, കുറെ കൂടി K സുധാകരനുമായി സെറ്റിൽ ചെയ്ത് തന്നെ പോകണം, ഇതല്ല ശൈലി സ്വീകരിക്കേണ്ടത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹവും ചെന്നുപെട്ട് നിൽക്കുന്നു ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ. അങ്ങനെ ഇതിനെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവായി, ഒരു കമാൻഡ് ചെയ്യാൻ കഴിയുന്ന നേതാവായി അദ്ദേഹത്തിനും മാറാൻ കഴിയുന്നില്ല എന്നാണോ ഏറ്റവും പുതിയ അവസരവും ഓർമ്മിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്? കമാൻഡ് ചെയ്യാൻ കഴിയുന്ന നേതാവായിട്ട് KC വേണുഗോപാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന, എല്ലാവരും വിചാരിച്ച സംഭവം, ഇദ്ദേഹം സുപ്രീം പവർ ആണെന്ന് വിചാരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളെന്നുള്ള നിലയ്ക്കാണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് ഒക്കെ എത്തിപ്പെടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം രാഹുൽ ഗാന്ധിയായിട്ടും സോണിയാഗാന്ധിയായിട്ടും പ്രിയങ്ക ഗാന്ധിയായിട്ടും ഒക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അവർക്കിടയിൽ KC വേണുഗോപാൽ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതല്ലാതെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ നേതാക്കന്മാരെല്ലാവരും KC വേണുഗോപാലുമായിട്ട് ഇടയാൻ തയ്യാറാവുന്നത്. സുധാകരനാണെങ്കിലും VD സതീശനാണെങ്കിലും മറ്റുള്ള നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ പോലും KC വേണുഗോപാലിനെ പിണക്കിയാൽ ദേശീയ നേതൃത്വത്തിന്റെ അപ്രീതി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, അത് KC വേണുഗോപാലിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്, വ്യക്തിപരമായിട്ടുള്ള തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബലക്ഷയം അദ്ദേഹത്തിനുള്ളത് ഇവിടെയുള്ള ആൾക്ക് അറിയാം. അതുകൊണ്ട് KC വേണുഗോപാലിനെ പേടിച്ചിട്ടെന്നുള്ളതായിരിക്കില്ല, KC വേണുഗോപാൽ ഇപ്പോൾ അത്ര ശക്തനാണെന്ന് വിചാരിക്കുന്നത്. കാരണം KC വേണുഗോപാൽ എതിർത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ശശി തരൂർ. എന്നിട്ടും ശശി തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ചു രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ വേണുഗോപാൽ പറയുന്ന, മാത്രമല്ല ആ ചർച്ചയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, മാത്രവുമല്ല ആ ചർച്ചയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം പറയാൻ ശശി തരൂർ പിന്നീട് മറന്നതുമില്ല. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് വേറൊരാളുടെ ഒത്താശ വേണ്ടതില്ല. ആ മറ്റുള്ളവരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അതായത് ഇവരെല്ലാവരും, വേണുഗോപാലും VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. ആ പ്രതികരിച്ച ആളുകൾക്ക് ഉള്ള മറുപടിയായിട്ടാണ് പിന്നീട് വരുന്നത്. പിന്നീട് വേണുവിന് താൻ മാറ്റി പറയേണ്ടി വന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, KC വേണുഗോപാലിനുള്ള ശക്തി, അല്ലെങ്കിൽ അവിടെ ശക്തി എന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാവുന്ന വാക്ക് ഹൈക്കമാൻഡിലെ ഹോൾഡ്, അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിവിടെയുള്ള ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് ഈ പ്രശ്നം അതിൽ ആരൊക്കെ ഇതിന് നടപടി എടുത്താലും, സുധാകരനെ മാറ്റാൻ ശ്രമിച്ചാൽ പ്രശ്നം സങ്കീർണമാകും, സതീശനെതിരെ പോയാൽ സങ്കീർണമാകും, മൊത്തം പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ദേശീയ നേതൃത്വത്തിനും അറിയാം, സംസ്ഥാന നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ദേശീയ നേതൃത്വം തൽക്കാലം ഒരു കടലാസ് വെച്ച് മൂടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് അതിനേക്കാൾ അപകടമാണ്. പ്രശ്നം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പഠിച്ച് പരിഹരിച്ചില്ലെങ്കിൽ മുല്ലപ്പള്ളിയും ശശി തരൂരും ഒക്കെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് അനുകൂലമായിട്ട് മാറില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.
ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ശ്രീ സജീവൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് തന്നെയാണ് യു ഡി എഫിലെ ലീഗ് അടക്കമുള്ള മറ്റ് കക്ഷികൾക്കും വലിയ ആശങ്കയോ അതൃപ്തിയോ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിനകത്തെ പ്രത്യേകിച്ച് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലാവധി തീരാൻ പോകുന്നൊരു സമയം, മാസങ്ങൾക്കകം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഒരു വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. സർക്കാരാകട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ വർഷവും പൂർത്തിയാക്കി അത് ജനങ്ങളോട് അവതരിപ്പിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിലവിലെ പ്രതിപക്ഷത്തെ തന്നെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനെ വല്ലാതെ പിന്നോട്ടടിപ്പിക്കുന്നതാണ് എന്ന വലിയ ആശങ്കയും വിമർശനവും ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് യു ഡി എഫിനകത്ത് ഉണ്ടാകുന്നതും ഈ സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. താങ്കൾ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ആ രാഷ്ട്രീയത്തെ അങ്ങനെ കൂടി കണ്ട് തൽക്കാലം നമുക്ക് ഈ ചർച്ചയുടെ ഒരു ഭാഗത്ത് അങ്ങനെ നിർത്താം. കാരണം ഇന്ന് വൈകുന്നേരം വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതുകൊണ്ടുകൂടിയാണ് ഈ ചർച്ചയിലേക്ക് അത് തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊന്ന് പോയത്. ഞാൻ അതേക്കുറിച്ച് തന്നെ SK സജീഷിലേക്ക്, ഞാൻ നിജേഷ് അരവിന്ദിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കണമെന്ന് വിചാരിച്ചതാണ് കോൺഗ്രസ് പ്രതിനിധി, പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല. CPIM, കേരളത്തിലെ CPIM എങ്ങനെയാണ് സജീഷ് കോൺഗ്രസിനകത്തെ ഈ സാഹചര്യങ്ങളെ കാണുന്നത്? കേരളത്തിലെ UDF എന്ന പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളാണ്, നേതാക്കൾക്കിടയിലെ ഭിന്നതയാണ്, അത് വളരെ പരസ്യമായി തന്നെ ഉള്ളതാണ്. ആ പരസ്യമായ ഭിന്നത ഒരു ഘട്ടം അത് മൂർച്ഛിച്ചു എന്ന് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇനി എല്ലാം ദില്ലിയിൽ തീർക്കാം എന്ന നിലയിൽ നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചത്. അതിന് മുന്നോടിയായി ദീപാദാസ് മുൻഷി എന്ന ചുമതലക്കാരി AICC ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് വരെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് പ്രിയങ്കയും രാഹുലും ഒക്കെ കേരളത്തിലെ കോൺഗ്രസുമായും ഇവിടവുമായി കുറേ കൂടി അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്, പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആളുകളാണ്, താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ. എന്നിട്ടും വരുന്ന വിവരങ്ങളനുസരിച്ച് നോക്കിയാൽ നിലവിലെ ഭിന്നതകൾ പരിഹരിക്കാൻ കഴിയുന്ന സൃഷ്ടിപരമായ ഒരു തീരുമാനവുമില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട്. CPIM ഏത് നിലയിലാണ് കോൺഗ്രസിനകത്തെ ഈ പ്രശ്നങ്ങളെ കാണുന്നതും വിലയിരുത്തുന്നത്? ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. സംഘടനാപരമായി അവർക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വിവാദങ്ങളുണ്ടാക്കി മറികടക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്നാൽ സംഘടനാപരമായ ദൗർബല്യം തുടരുന്നുവെന്ന് മാത്രമല്ല, അതിദയനീയമായ സാഹചര്യത്തിലേക്ക് അവരുടെ സംഘടന മാറുന്നു. മറ്റൊരു വശത്ത് അവരുണ്ടാക്കുന്ന വിവാദങ്ങളാണെങ്കിൽ ആ വിവാദങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, ഇതെല്ലാം ജലരേഖയായി മാറുകയാണ്. ഇവിടുത്തെ ചില മാധ്യമങ്ങൾ 24 മണിക്കൂറും ഇവർക്ക് വേണ്ടി ഓവർ ടൈം വർക്ക് ചെയ്തിട്ട് പോലും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിവിധങ്ങളായ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ശശി തരൂരിൻ്റെ കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തെക്കുറിച്ചും അതിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തിയതിനെക്കുറിച്ചും, സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ പുതിയ തലമുറയുടെ വ്യവസായങ്ങളുടെയും സംരംഭത്തിൻ്റെയും കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇക്കോസിസ്റ്റമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും എല്ലാം രേഖകൾ വെച്ച്, കണക്കുകൾ വെച്ച് അദ്ദേഹം പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിപ്പോഴും തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണല്ലോ. ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തുടർ ഭരണത്തിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ മാറിയെന്നുള്ളതാണ്. ഇത് തന്നെ ശ്രീ മണിശങ്കരയ്യരും ആവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവർ ഒരു വശത്ത് പോസിറ്റീവ് പ്രതിപക്ഷമാണ് എന്ന് പറയുമ്പോൾ ഇവർ നെഗറ്റീവായി മാത്രമാണ് കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നത്തിനകത്ത് പോലും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഇപ്പോൾ ആഴൽക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം. കേരളത്തിലെ സർക്കാർ ഈ ഒരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് വിയോജിപ്പ് അറിയിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന അതിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് ശക്തമായി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ശക്തമായ വിയോജിപ്പും എതിർപ്പും പ്രകടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 19 ഒഡീഷയിൽ വെച്ച് നടന്ന 64ാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡിൻ്റെ യോഗത്തിലും ശക്തമായ വിയോജിപ്പും കേരളത്തിൻ്റെ എതിർപ്പും എല്ലാം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരമൊരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് ചിലപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും നേതൃത്വം കൊടുക്കുന്ന ശ്രീ VD സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കോ ശ്രീ രമേശ് ചെന്നിത്തലക്കോ മറ്റാർക്കും കഴിയുന്നില്ല. കാരണം കേരളം എന്ന ഒരു വിഷയം പോലും
അവരുടെ മുന്നിലേക്ക് വരുന്നില്ല. അവരുടെ മുന്നിൽ അധികാരം എന്ന ഒരു സ്വപ്നം മാത്രമേ നിലനിൽക്കുന്നുവെന്ന് കാണാൻ വേണ്ടി കഴിയും. പല രീതിയിലാണ് പല വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനെന്തും ചെയ്യും എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്, വാളയാറിൽ 2 പിഞ്ചു കുട്ടികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ അതുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ സർക്കാരിനെതിരാക്കി തീർക്കാനും ചില പാർട്ടിയുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ എതിരാക്കി തീർക്കാനുള്ള പരിശ്രമമല്ലേ നടത്തിയത്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി എത്ര ചർച്ചകളാണ്, മാധ്യമങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ എല്ലാവരും ചിലപ്പോൾ മാധ്യമങ്ങളെല്ലാം അത് കൃത്യമായി പറയാൻ വേണ്ടി തയ്യാറായില്ലല്ലോ. അവസാനം ആ കുട്ടികളുടെ അമ്മ തന്നെ CBI അന്വേഷണത്തിൽ പ്രതിയായി മാറുന്ന സാഹചര്യത്തിലേക്ക് മാറി. പക്ഷേ അവരെ പിണറായി വിജയനെതിരായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി മത്സരിപ്പിക്കാനായിരുന്നല്ലോ ഇവർക്ക് തിടുക്കമുണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എവിടെയാണ് ഓരോ വിവാദങ്ങളും, ജനങ്ങളെ വൈകാരികമായി തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളും എവിടെയാണ് എത്തിച്ചേരുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്നുകൂടി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ കാര്യമെടുത്താൽ ഇപ്പോൾ NH-66 അതിൻ്റെ വികസനം, കേരളത്തിൻ്റെ ദേശീയപാതയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ വിവാദമുണ്ടാക്കുമ്പോൾ ആ വിവാദത്തിൻ്റെ ഇടയിൽ ഇതൊരിക്കലും നടക്കാത്ത പദ്ധതിയാണ് എന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് തന്നെ അതിനെ പിന്നെ പലരും കോൺഗ്രസ്സിലെ മുൻ MP പ്രതാപൻ ഉൾപ്പെടെ ചർച്ചകളിലും മറ്റും ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇവർ ദേശീയപാത വികസനം നടത്തി ഉദ്ഘാടനം ചെയ്യാമെന്ന് സ്വപ്നം കാണണ്ട എന്ന് ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മലയോര പാതയെ അവർ എതിർത്തു, തീരദേശ ഹൈവേ എതിർത്തു, ഗെയിലിനെ എതിർത്തു, അതുപോലെ തന്നെ ലൈഫ് ഉൾപ്പെടെയുള്ള, ആർദ്രം ഉൾപ്പെടെയുള്ള, സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞം ഉൾപ്പെടെയുള്ള, ഹരിത കേരളം ഉൾപ്പെടെയുള്ള മിഷൻ എല്ലാം പൂട്ടെന്ന് പറഞ്ഞു MM ഹസൻ, UDFിൻ്റെ കൺവീനർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയെല്ലാം തകർക്കുമെന്നാണ് ഇവർ പറഞ്ഞത്, ഒന്നിനെയും മുന്നോട്ട് നയിക്കില്ല എന്നാണ്. അപ്പോഴെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് രാജ്യത്തെ എല്ലാ സൂചികകളും വെച്ച് എന്ത് ചെയ്യുകയാണ്, 1ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ്. അവർക്ക് ആ 1ാം സ്ഥാനം തട്ടി മാറ്റാൻ വേണ്ടി കഴിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനമാണ്. നമ്മൾ കാണേണ്ട ഒറ്റ കാര്യം, കേരളത്തിൻ്റെ നമ്മുടെ ആദരണീയനായ ശ്രീ MT നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. UDFിൻ്റെ കാലത്താണ് MTക്ക് സമരം ചെയ്യേണ്ടി വന്നത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ. മറ്റൊരനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പൊതുവിദ്യാഭ്യാസം, നമ്മുടെ സ്കൂളുകളെല്ലാം പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉൾപ്പെടെ സമരരംഗത്തേക്ക് വന്നത്. ആ അനുഭവത്തിൽ നിന്നാണ് ഇതിനെയെല്ലാം മുന്നോട്ട് നയിച്ചത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കേരള പക്ഷം ഇല്ല, അതിന് പകരം കേരളത്തിൻ്റെ പ്രതിപക്ഷമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമായി മാറുകയും അതിൽ പോലും ഒരു പോസിറ്റീവ് നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഭാഗമായി അവർക്കിടയിലെ ചക്കളത്തി പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ സുധാകരനെ മാറ്റാനൊന്നും ഇവരാരും വിചാരിച്ചാൽ നടക്കില്ല. സുധാകരൻ പറഞ്ഞത് എന്താണ്, എന്നെ മാറ്റിയാൽ ഞാൻ എൻ്റെ പണി നോക്കി പോകുന്നതാണ്. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ആ പണി എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനവും വരുന്നില്ല. തീരുമാനമെടുക്കാൻ ഇവർക്ക് ശേഷിയില്ല. തീരുമാനമെടുക്കുന്നത് പോയിട്ട് കേരളത്തിലെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്താൻ വേണ്ടി കഴിയില്ല. ഒരുമിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാചകം ഈ ചർച്ചയിൽ പറയാൻ വേണ്ടി പറ്റാത്തതാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഐക്യം, ഇവർ തമ്മിലുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്ത് ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഇവരുടെ നേതാക്കന്മാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന പോലെ കേരളത്തിലെ ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുകയാണ്, അത് മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമെല്ലാം ജലരേഖയായി മാറുകയാണ്. മാത്രവുമല്ല, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുമുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒരുക്കി തരുന്നത്. അതിനവരോട് യഥാർത്ഥത്തിൽ നന്ദി കൂടി രേഖപ്പെടുത്തേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. അവസാനം ഇപ്പോൾ SK സജീഷ് പറഞ്ഞു വെച്ചത്. നിജേഷ് ഈ ചർച്ചയുടെ ഒരു തുടക്കത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഏറ്റവും അവസാനം വന്ന, അല്ലെങ്കിൽ ഈ അല്പം മുമ്പ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്ന് വന്ന വിവരങ്ങളാണ്. അതിൽ നിന്നാണ് ഈ ചർച്ച തുടങ്ങിയത്. ശ്രീ സജീവൻ അതേക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ശ്രീ SK സജീഷാണ് സംസാരിച്ചത്. ഞാൻ നിജേഷിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ എത്രയോ കാലങ്ങളായി വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിനെ നയിക്കുന്ന കേരളത്തിലെ 2 നേതാക്കൾ, K സുധാകരനും അതുപോലെ തന്നെ VD സതീശനും, ഇവർ തമ്മിലുള്ള ഭിന്നത വളരെ പരസ്യമായി തന്നെ രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്ക് പോലും, അത്ര രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തവർക്ക് പോലും മനസ്സിലാകും വിധത്തിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അത് മുന്നോട്ട് പോകുന്നു. അവിടെ നിന്ന് പുനഃസംഘടന എന്ന പ്രശ്നം വന്നു. അതിൽ തന്നെ 2 സമീപനം വരുന്നു. പ്രതിപക്ഷ KPC പ്രസിഡന്റിനെ കൂടെ മാറ്റിയുള്ള പുനഃസംഘടന വേണം, അല്ലെങ്കിൽ അല്ലാത്ത അദ്ദേഹത്തിന് നൽകേണ്ടുന്നൊരു പുനഃസംഘടന, അദ്ദേഹത്തിന് പ്രസിഡന്റായിരുന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുനഃസംഘടന, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ വേറെ വന്നു. അത് കഴിഞ്ഞ്
ശശി തരൂരിൻ്റെ ഒരു നിലപാട് വിശദീകരണം വന്നതോടുകൂടി അതിനെതിരായി വന്ന തർക്കം, ഇങ്ങനെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിലാണ് ദില്ലിയിലെ യോഗം ഇന്ന് നടന്നത്. പക്ഷേ ആ യോഗത്തിൽ നിന്ന് ഈ തർക്കങ്ങൾ പരിഹരിച്ച് ഇതുപോലൊരു നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തീരുമാനവും വന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി അങ്ങനെ പോകും എന്ന പതിവ് പ്രത്യാശ പകരുന്ന നിലയിലേക്ക് മാത്രമാണ് അവിടെ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നിജേഷ്, അത് മാത്രമല്ല വേറൊന്നുകൂടി ഉണ്ട്, നിങ്ങൾക്ക് ഭിന്നതയൊക്കെ ഉണ്ട്, അത് ഹൈക്കമാൻഡ് സമ്മതിച്ചു. പക്ഷേ ആ ഭിന്നത ഇനി നാട്ടുകാരോട് വിളിച്ച് പരസ്യമായി പറയരുത്. ഇത് മാത്രമാണ് ദില്ലിയിൽ ഇന്ന് സംഭവിച്ചത്. കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പറ്റി ഏതെങ്കിലും ചാനലിൽ വന്ന് പറയുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ച പണിയല്ല, ഞാനത് പറയാൻ തയ്യാറുമല്ല. ഒന്ന്. രണ്ട്, SK സജീഷിന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു 15 മിനിറ്റ് കോൺഗ്രസിനെതിരെ പ്രഭാഷണം നടത്തുക അത് കാരണമാവുമെങ്കിൽ എനിക്കും വളരെ സന്തോഷമുള്ളൂ. എൻ്റെ അടുത്ത സുഹൃത്താണ് സജീഷ്, അദ്ദേഹം നന്നായി ഉറങ്ങട്ടെ. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെ ഗിരി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ പേരാമ്പ്രയിൽ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. 1,15,000 വോട്ട് കാഫിർ ഇറങ്ങിയ കാലത്ത് ഷാഫി പറമ്പിലിന് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട്ട് 1,67,000 ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കോൺഗ്രസ് തർക്കമാണ്, അടിയാണ്, പിടിയാണ്, പ്രശ്നമാണ്, കണ്ടാൽ മിണ്ടില്ല, ആകെ പ്രശ്നമാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം ആ ആഖ്യാനങ്ങൾ രചിക്കാൻ കഴിയുമെങ്കിലും അത്രത്തോളം എക്സ്ട്രീം ലെവൽ നിങ്ങൾ രചിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന് KPCCയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കേൾക്കുന്ന പ്രേക്ഷകർ അത് വിലയിരുത്തിക്കോട്ടെ. എന്തായാലും കോൺഗ്രസിനകത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം വിനിയോഗിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നോട് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ തയ്യാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത് നിജേഷിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് വൈകുന്നേരം വന്ന വിവരം എന്ന് പറഞ്ഞത് നമ്മളാരെങ്കിലും ആ യോഗത്തിനകത്ത് കയറിയിരുന്ന് അവിടെ കേട്ടത് പകർത്തി എഴുതി വാർത്തയാക്കുന്നതല്ല. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. അത് വന്നത് തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഉത്തരവാദിത്വത്തോടെ സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ഒരു വാചകവും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതേക്കുറിച്ച് കോൺഗ്രസിൻ്റെ വക്താവ് ആ തീരുമാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിനുശേഷം നേതാക്കൾ പറഞ്ഞതും സ്വാഭാവികമായി ജനങ്ങളോട് വിശദീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ് ചർച്ചകളിലുള്ളത്. അതിനും താങ്കൾക്ക് വിമുഖതയുണ്ട്, അതിന് താല്പര്യമില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചോട്ടെ എന്ന് എനിക്കും പറയാനാകൂ. AICC തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള നേതാക്കന്മാരെ വിളിക്കുക എന്നൊരു പ്രോസസ് ബലഗാവി സമ്മേളനത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആസാമിലായിരുന്നു, ഇന്ന് കേരളമാണ്, ബീഹാർ വരുന്നുണ്ട്, ബംഗാൾ വരുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു സംഘടനാ പ്രോസസ്സാണ്. ആ സംഘടനാ പ്രോസസ്സിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായി നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ ദീപദാസ് മുൻഷി യോഗ തീരുമാനങ്ങളെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടുള്ള പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള കോൺട്രവേഴ്സി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ അതിന് ശേഷം ഇപ്പോൾ ക്ഷണിതാവായിട്ടുള്ള പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, ACL സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, ഇവരൊക്കെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് താങ്കൾ പറഞ്ഞ പോലൊരു സമീപനമല്ല അവരാരും എടുത്തത്. അതിൽ രമേശ് ചെന്നിത്തല വളരെ സ്പഷ്ടമായി പറഞ്ഞു, കോൺഗ്രസിൽ നേതാക്കൾ ഒറ്റക്കെട്ടായി പോകുമെന്ന് പറയുന്നതിനർത്ഥം ഒറ്റക്കെട്ടായി പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ സാഹചര്യങ്ങളൊക്കെ ഈ ചർച്ചകളിൽ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട് എന്നുമല്ലേ പിന്നീട് ഈ യോഗത്തിന് ശേഷം ഇറങ്ങി വന്നൊരു നേതാവ് പറഞ്ഞാൽ സാമാന്യമായി ചിന്തിക്കുക. നിജേഷ്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കകത്ത് കോൺഗ്രസ് പാർട്ടിയിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇന്നലെ ശ്രീ VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആ ചർച്ചയിൽ പങ്കാളിയല്ല, ബാക്കിയുള്ളവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നിപ്പ് കോൺഗ്രസിനകത്തുണ്ട് എങ്കിൽ അത് ഇല്ല എന്ന് പുറത്തു പറയേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് അവർ നിറവേറ്റിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ആഗോള പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിലെ ഒരു വിഷയത്തിനകത്തും ഞങ്ങൾ തമ്മിൽ തർക്കമില്ല. ഇനി കോൺഗ്രസിനകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ അഭിപ്രായം പറയുന്നത് ഒരു കാലാകാലത്തേക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിർത്തുന്ന പ്രക്രിയയുമല്ല. നമ്മൾക്ക് തന്നെ അറിയാവുന്ന, ശരത്തിനും അറിയാം, എനിക്കും അറിയാം, കോൺഗ്രസ് രാഷ്ട്രീയം കത്തിപ്പടർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കത്തിപ്പടർന്ന കാലഘട്ടം, തെരുവിലേക്ക് പ്രകടനങ്ങളും സമ്മേളനങ്ങളുമായി പോയ കാലഘട്ടം.
അവിടെ നിന്നൊക്കെ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. അല്ല കോൺഗ്രസ് നിന്ന് നിജേഷ്, പുറത്താക്കിയ ഞാൻ ആരെയും ഞങ്ങൾ ഞാൻ പിറകെ പോയി എൻ്റെ സംശയം വെട്ടിക്കൊന്നിട്ടില്ല, കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ യെസ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു യോഗത്തിന് ശേഷം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമായി നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചില മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഹൈക്കമാൻഡ് ഇക്കാര്യം നിരീക്ഷിക്കും. മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പരസ്യ പ്രസ്താവന വിലക്കി. ഇതൊക്കെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയിലല്ല, ഒരു പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നമാണ്, തർക്കം അത്രമേലുണ്ട് എന്നത് തന്നെയല്ലേ അതിൽ. അതുപോലെ തന്നെ നിജേഷ് പറഞ്ഞില്ല, പാർട്ടിയിൽ ഐക്യമില്ലെന്ന് തെറ്റായ വാർത്ത നൽകുന്ന മാധ്യമ വിമർശനം നടത്തേണ്ടി വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യം ഉണ്ടാകാൻ ആഹ്വാനം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിജേഷേ? ഇത് കെ സി വേണുഗോപാൽ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഹൈക്കമാൻഡിൻ്റെ കർശനമായ നിരീക്ഷണം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതാണോ താങ്കൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയിൽ? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു. വൈകുന്നേരത്തെ ചർച്ചയായി, പല ചർച്ചകളായി. ശശി തരൂർ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യമല്ല അഭിമുഖത്തിൽ വന്നിട്ടുള്ളത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആ പത്രം ഖേദം പ്രകടിപ്പിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരെടുത്തുകൊണ്ട് ശ്രീ സജീഷ് സംസാരിക്കുന്നുണ്ട്. സജീഷെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ അത് പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. അപ്പൊ കോൺഗ്രസിനകത്ത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു മെസ്സേജാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, അതിനു മുമ്പുള്ള പാലക്കാട് ബൈ ഇലക്ഷൻ ആണെങ്കിലും ശരി, ഞങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും തലത്തിൽ വെച്ച്, ഏതെങ്കിലും വിഷയത്തിൽ വെച്ച് രണ്ട് അഭിപ്രായങ്ങൾ തദ്ദേശത്തിൽ ഇല്ല. നിങ്ങൾക്ക് മേധാവിത്വം പിന്നെ ഇല്ലല്ലോ. ഞങ്ങൾ ആകെ 30-ൽ തദ്ദേശത്തിൽ 17ഇടത്തും ജയിച്ചത് LDF അല്ലേ? അങ്ങനെയല്ല നോക്കേണ്ടത്. പിന്നെ നേരത്തെ 22 സീറ്റിൽ ജയിച്ച LDF, അങ്ങനെ 20 ഇടത്ത് ജയിച്ചത് 17. ഞങ്ങൾ 5 പിടിച്ചു, BJP 3 പോയി, പുതുതായി പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ പുറമേരിയിൽ സജീഷിന്റെ വീട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ അപ്പുറത്തുള്ള പുറമേരിയിൽ ഒരിക്കലും അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാലേ, പിടിച്ചത്. 30 ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു നേട്ടം പറയാനാവുക. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു 10 ഞങ്ങൾ 12ആയി. പക്ഷേ അപ്പോഴും ആകെ നമ്പറിൽ മുൻപിൽ നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്, 30-ൽ 17. അതിലൊരു കാര്യം കൂടി, അപ്പോൾ രസകരമായി കേട്ട ഒരു കമന്റ്, അത് ശരി 40-ൽ നിന്ന് 42 MLA-മാരെ ആക്കി നിങ്ങൾ ഭരണം പിടിക്കും എന്ന് പറയുന്നത് പോലെയാണിത് എന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ നല്ല രസകരമായി കമന്റ് ചെയ്യുന്നത് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ് വിജയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ സ്ഥലങ്ങളിലെ അതുകൊണ്ടല്ല, ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരത്തെ എത്ര സീറ്റ് കിട്ടി, അതിൽ നിന്ന് മുന്നോട്ട് പോയോ, ഇതേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഏതെങ്കിലും സീറ്റ് 1-2 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സീറ്റ് എങ്ങനെ പോയി, അതേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ. ശരി, ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി സജീഷിന് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, 30 സീറ്റുകളാകെ. അതിൽ നിങ്ങൾക്ക് സീറ്റ് കുറഞ്ഞു എന്നതാണ് അവർക്ക് ഏറ്റവും ആഹ്ലാദം പകരുന്നത്. ഞങ്ങൾക്ക് ആകെ നമ്പറിൽ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെ കാണൂ. പിന്നെ നേരത്തെ വടകരയുമായി ബന്ധപ്പെട്ടൊക്കെ സജീഷിൻ്റെ ഉറക്കത്തെ പരാമർശിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ചില പ്രതിപാദനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കേട്ടതുകൊണ്ട് അതിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അതിന് ശേഷം ശ്രീ സജീവനിലേക്ക് പോകാം. അല്ല, ശ്രീ നിജേഷിന് പറ്റിയ എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ ഉറക്കത്തെക്കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളും വീട്ടിൽ നിന്നുള്ള ദൂരവും അങ്ങനെ ഒരു സ്വപ്നലോകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ല. കുറച്ചുകൂടി മൂർച്ചയോടുകൂടി സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ, കോൺഗ്രസിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നെങ്കിലും അദ്ദേഹം വരുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അദ്ദേഹം തന്നെ പറഞ്ഞു, ഒന്നും മിണ്ടരുത് എന്ന്. ഹൈക്കമാൻഡിൻ്റെ എന്തോ ഒരു തിട്ടൂരം ഉള്ളതുകൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. പിന്നെ ഒരു കാര്യം, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനിടയിലും ഇടതുപക്ഷത്തിന് പരാജയമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. താങ്കളുടെ കണക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഞങ്ങൾ 91 സീറ്റ് നേടി അധികാരത്തിൽ വന്ന് പിന്നെ ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 70% പഞ്ചായത്തിലും, അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, അത് കഴിഞ്ഞ് 91-ൽ നിന്ന് 99 സീറ്റും നേടി ഇടതുപക്ഷം തിരിച്ചു വരുന്നല്ല പഠന തുടർച്ചയുണ്ടാകുന്ന സാഹചര്യവും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങുകയാണ് എന്ന് കരുതുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഉറങ്ങുകയല്ല, ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റും. 30 സീറ്റുകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ 7 സീറ്റിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. അത് ഇവരറിയില്ല. 3-ാം സ്ഥാനത്ത് അടിഞ്ഞുപോയി.
2 സീറ്റിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ ഉണ്ടായില്ല. 2 സീറ്റിൽ ഇടതുപക്ഷം എതിരില്ലാതെയാണ് ജയിച്ചത്. അങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ 17 സീറ്റുകൾ 30-ൽ 17 നിൽക്കുന്നു. ഒരു സീറ്റിൽ സിറ്റിംഗ് സീറ്റ് SDPI ആണ് ജയിക്കുന്നത്. കോൺഗ്രസിൻ്റെ 10-300 വോട്ട് SDPIക്ക് നൽകി. എന്തിനുള്ള പ്രത്യുപകാരമാണ് എന്ന് പറയേണ്ടതില്ലേ? നിങ്ങൾ ഈ കേരളത്തിലെ സകല വർഗീയതയും താലോചിച്ച് അപ്പുറത്ത് തിരുവനന്തപുരത്തും ശ്രീവരാഹത്തും നമ്മൾ കണ്ട കാഴ്ച ഇത് തന്നെയാണ്. BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ വോട്ട് ഗണ്യമായി കുറയുന്നു. അവിടെ ഇടതുപക്ഷം ജയിച്ചു, മറ്റേ സ്ഥലത്ത് കോൺഗ്രസ് SDPI ജയിപ്പിച്ചു. BJPയെ ഉദ്ദേശിച്ച നിലയിൽ ജയിപ്പിക്കാൻ അവിടെ പറ്റിയില്ല. ഇതെല്ലാമാണ് വസ്തുത. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആളുകൾ ഡാറ്റ വെച്ചും വസ്തുതകൾ വെച്ചും മനസ്സിലാക്കുന്നവരാണ് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം തിരിച്ചറിഞ്ഞാൽ മതി. നേരത്തെ ഇവിടെ ശ്രീ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 40-ൽ നിന്ന് 42 സീറ്റ് കിട്ടി, ഞങ്ങൾ അധികാരത്തിലേക്ക് എന്ന് പറയുന്ന പോലെ ശ്രീ VD സതീശൻ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾ സ്വപ്ന ലോകത്താണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം കൂടി കാരണം, നിങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ മിടുക്കന്മാരാണ്. ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കും. നമ്മളിപ്പോൾ ശ്രീ KC വേണുഗോപാലിൻ്റെ പേര് ഇവിടെ കുറേ പ്രാവശ്യം അഖിലേന്ത്യാ നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എന്നുള്ള നിലയിൽ പരാമർശിച്ചല്ലോ. അപ്പോൾ കേരളത്തിലെ മീഡിയ വിഴുങ്ങിയൊരു കാര്യം ഞാൻ പറയാം. അതായത് ശ്രീ KC വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭ MP ആയിരുന്നു, കാലാവധി ബാക്കിയുണ്ടായിരുന്നു. അതവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്തോ ആവട്ടെ, അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നൊക്കെ ഇവർ ന്യായം പറയും. പക്ഷേ അവിടെ ആ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് ഇങ്ങോട്ട് വന്നിട്ട് പിന്നീട് ആ രാജ്യസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും വെച്ചില്ല. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതാരായിരുന്നു? നവനീത് സിംഗ് ബിട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു. അതായത് മോദിയിലെ ക്യാബിനറ്റിലെ മന്ത്രിയാണിപ്പോൾ. എന്ന് പറഞ്ഞാൽ ഇവിടെ BJPക്കെതിരായി രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നയാൾ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിൽ എതിരില്ലാതെ ജയിച്ച ആളിപ്പോൾ മോദിയുടെ ക്യാബിനറ്റിലിരിക്കുകയാണ്, റെയിൽവേ സഹമന്ത്രിയായിട്ട്. ഇതല്ലേ രാജ്യത്ത് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് മാധ്യമ പരിലാളനം കിട്ടുന്നതുകൊണ്ട് ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോഴുള്ള ഗുണമെന്താ അറിയോ? ഞങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നു. അതാണ് നിങ്ങൾ ആരോപണം ഉന്നയിച്ച് ഓടിക്കളയുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ മാറുകയല്ലേ. പോയ വഴിക്ക് പുല്ല് കാണുന്നില്ലല്ലോ. അതല്ലേ ബ്ലൂബറിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കുന്നു. അതിൽ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് സംവാദത്തിനുണ്ട് എന്ന് ഇല്ല എന്ന് മാത്രമല്ല, പോയ വഴിക്ക് ഇപ്പോൾ പുല്ല് മുളയ്ക്കുന്നില്ല. അങ്ങോട്ട് പോകുന്ന സമയത്ത് എത്തിച്ചേരുക എവിടെയാണ്? കർണാടകത്തിലെ വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഡിസ്റ്റിലറിയിലേക്കാണ് എത്തിച്ചേരുക. കോൺഗ്രസിൻ്റെ അവിടുത്തെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുടെ. അതാണ് അവിടെ വനിതാ ശിശു ക്ഷേമം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് മദ്യോൽപാദനമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങോട്ട് കൂടുതൽ എടുക്കുമ്പോൾ തങ്ങളുടെ നെഞ്ചത്തേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ആരോപണം ഉന്നയിച്ച് മിണ്ടാതെ മാളത്തിൽ ഒളിക്കുന്ന നിലയിലേക്ക് മാറി. ഇപ്പം ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം ആരും ഒന്നും മിണ്ടാതെ സംയമനം പാലിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ്. അതല്ലേ കോൺഗ്രസിന്റെ അവസ്ഥ? അതല്ലേ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ? ആ അവസ്ഥയിൽ നിന്ന് ഒറ്റ കാര്യം കൂടി പറയാനുള്ള, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശശി തരൂർ പറഞ്ഞ കാര്യം തിരുത്തിയിട്ടില്ല. അതുകൂടി മനസ്സിലാക്കണം. കേരളത്തിന്റെ വ്യവസായ വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തിരുത്തിയിട്ടില്ല. അദ്ദേഹം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യം തിരുത്തിയിട്ടില്ല. അത് കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറഞ്ഞതിൽ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ചിലത് വന്നു എന്നുള്ളതാണല്ലോ. അതെ. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, ഇവര് വാക്കുകൾ അടർത്തിയെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നതെന്നുള്ള പോലെ ആ കാര്യത്തിലും ചെയ്യാം. അതുകൊണ്ട് അതൊക്കെ മാറ്റൂ. കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി പൊളിറ്റിക്സ് മനസ്സിലാക്കാനും നിങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാനും ഈ കാലം ശരിക്കും വളരെ സുപ്രധാനമായി മാറി. ശ്രീ സജീവൻ, ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തെ നേതാക്കൾക്കിടയിലെ ഈ വലിയ ഭിന്നത പരിഹരിക്കാൻ കഴിയാതെ ഹൈക്കമാൻഡിന് പോകുന്നുവെന്ന് താങ്കൾ നേരത്തെ നിരീക്ഷിച്ച, അപ്പോൾ നേരത്തെ നിജേഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് അത് സൂചിപ്പിച്ചത്, താങ്കളുടെ കാഴ്ചപ്പാട് അക്കാര്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്. ഇതിൻ്റെ മറ്റൊരു ഭാഗം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും പരിശോധിക്കേണ്ടത് തന്നെയല്ലേ. ഈ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തീർത്തും ഇല്ലാതായി പോകുന്ന സാഹചര്യം. അത് അവരേറ്റെടുക്കുന്ന ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടാണല്ലോ ഓരോന്നിലും എത്രമാത്രം നേട്ടം കൈവരിക്കാനായി, സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി സമ്മാനിക്കാനായോ, ഇതാണല്ലോ അങ്ങനെ വന്നാൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഗംഭീരമായി മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഓരോരോ വിഷയവും ചുരുക്കത്തിലോ സ്പർശിച്ചോ പോയാൽ ശ്രീ സജീവൻ ഏത് നിലയിലാണ് അതിനെ കമ്പയർ ചെയ്യുക? പ്രതിപക്ഷ നേതാവിന് പാർട്ടിക്കകത്ത് അദ്ദേഹം ആഗ്രഹിച്ചതുപോലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ ഇപ്പോഴടക്കം ദില്ലിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം നയിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റോ?
തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും, ആ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് തൊട്ട് മുന്നോടിയായിട്ടെങ്കിലും പ്രതിപക്ഷം അതിന്റെ ശക്തി പരമാവധി സംഭരിച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വരും. അത് ഏത് പാർട്ടിയെ ഏത് മുന്നണിയാണെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോ സർക്കാരിനെതിരെ നടക്കുന്ന കുറെ സമരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ശക്തമായ രൂപത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള നീക്കം നടക്കുന്നില്ല. കോൺഗ്രസ്സുകാർ ഈ പ്രശ്നം ഡൽഹിയിലേക്ക് പോകുന്നത് ഈ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ നേരിടണം, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ നേരിടണം എന്നുള്ള കുറിച്ച് ആലോചിക്കാനല്ലോ. അങ്ങനെ ഒരു സംഭവം കൊണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം അതിന് ദേശീയ തലത്തിൽ പോവേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ പോയിട്ടുള്ളത് ഇവിടെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് കുറെയൊക്കെ പരമാവധി അവർ സംയമനം പാലിക്കും പ്രതികരിക്കുന്നതിൽ. പിന്നെ കോൺഗ്രസിനെ രൂക്ഷമായ രൂപത്തിൽ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്കൊന്നും പോവില്ല. പക്ഷെ കുറെ കാലത്തിനിടയിൽ അവർ ഇപ്പോ കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇങ്ങനെ പോയാൽ സമ്മതിക്കില്ല, ഞങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ശശി തരൂർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്ന്. ശശി തരൂർ ഉന്നയിച്ച, അവിടെ നോക്കേണ്ടത്, ശശി തരൂർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവിടെ പ്രതിപക്ഷത്തിൽ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളോട് അത് വേണ്ട രീതിയിലല്ല എന്നുള്ളതിനെ കുറിച്ച് ലീഗിന് വലിയ എതിരഭിപ്രായമുണ്ട്. ആ എതിരഭിപ്രായം ഇവിടെ പ്രശ്നമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പോ മാസങ്ങൾ എന്ന് പറയാൻ പോലും ഇല്ല, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഊർജ്ജസ്വലമായി പോകേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടി എന്നത് ഒരു വലിയ നേട്ടമായിട്ട് കോൺഗ്രസ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് നല്ല കാര്യമാണ്. അങ്ങനെ അവര് ആ വിശ്വാസത്തോട് കൂടിയിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഒരു പ്രശ്നം കിടക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും എന്നുള്ള കാര്യം നേരത്തെ സജീഷ് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സാധാരണ പ്രവർത്തകരാണ് സ്ഥാനാർത്ഥികളായി വരേണ്ടത്. ഇവിടെയുള്ള പഞ്ചായത്തുകളും ഇവിടെയുള്ള മുനിസിപ്പാലിറ്റികളും നഗരസഭകളും ഒക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് എത്രമാത്രം തയ്യാറായിട്ടുണ്ട്, ആ മുന്നണിയുടെ രൂപത്തിൽ എത്രമാത്രം തയ്യാറായിട്ടുണ്ടാണ് നോക്കേണ്ടത്. ആ രീതിയിൽ നോക്കിയാൽ ലീഗ് ആശങ്കപ്പെടുന്നത് പോലെ, മറ്റു പല ഘടകകക്ഷികളും ആശങ്കപ്പെടുന്ന പോലെ കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയ ഒരു വീഴ്ച ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ. കാരണം സാധാരണ UDF ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ UDF യോഗം വിളിച്ചു ചേർത്താൽ മതി. UDF യോഗത്തിൽ ഈ ഘടകകക്ഷികൾക്കൊക്കെ കാര്യങ്ങൾ പറയാം. പക്ഷെ UDF വിളിച്ചു ചേർത്തിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് സാദിഖ് തങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അടുത്ത് പരാതിയുമായി പോകാൻ പോവുകയാണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ എത്ര കാലം അത് അനുഭവിക്കാൻ പറ്റും? ഒന്നോ രണ്ടോ ഇപ്പൊ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടി എന്ന് പറയുന്നത് അതൊരു കാര്യമായിട്ട് എടുത്തിട്ട് അതങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടി നോക്കും. അങ്ങനെയൊക്കെ പല കാരണം കൊണ്ടാണ് അവിടെ റിസൾട്ട് മാറി വരാറുള്ളത്. പക്ഷെ മൊത്തമായിട്ട് ഇതുവരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നതിൽ എന്തൊക്കെ നേട്ടങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 തവണ അധികാരം നഷ്ടപ്പെട്ടതാണ്. 3ാമത്തെ തവണ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നത് LDF ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ CPM-ന്റെ നേതാക്കന്മാർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസിന്റെ സമുന്നതരായിരുന്ന നേതാക്കന്മാരാണ്. സമുന്നതരായിരുന്നെന്ന് പറഞ്ഞപ്പോൾ സമുന്നതരായ നേതാവ് കൂടിയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂര്, മുൻ KPCC പ്രസിഡന്റ് തുടങ്ങിയുള്ളവരാണല്ലോ, മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകളൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഈ പറയുന്ന ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അത് കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് പരസ്യമാക്കി ചർച്ച ചെയ്തിട്ട് പരിഹരിക്കേണ്ടതുണ്ട്. അതിനാണ് പാർട്ടിയുടെ സംവിധാനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ഉള്ളത്. ആ സംവിധാനം ഉപയോഗിക്കാതെ കേന്ദ്ര നേതൃത്വം വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ പോയിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പോലും പുറത്തറിയരുത് എന്ന് പറഞ്ഞിട്ട് ഒതുക്കി കൊണ്ടുപോകുമ്പോൾ അത് സാധാരണ ഇപ്പം ആശ്വസിക്കാനൊക്കെ
നിജേഷ് പോലുള്ള ആൾക്ക് പറ്റും. പക്ഷെ ഒരു പാർട്ടിക്ക് കീഴിൽ തല കൊടുക്കാത്ത തല അതൊരു വെച്ചു ഒരു കൊടുക്കാത്ത പ്രശ്ന പരിഹാരമാകുന്നില്ല. ഒരാൾ യെസ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കവർ ചെയ്ത് പോകാം, പക്ഷേ അതൊരു പ്രശ്ന പരിഹാരമാകുന്നില്ല. പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. അത് കൂടുതൽ പല രൂപത്തിൽ നിഴലിക്കുകയും ആളുകളുടെ മുമ്പിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ശ്രീ സജീവനോട് ഈ ചർച്ചയുടെ അടുത്ത ഭാഗമെന്ന നിലയിൽ പ്രതിപക്ഷ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യം നിജേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. താങ്കളിലേക്കും അതുതന്നെയാണ് താങ്കളുടെ അഭിപ്രായത്തിനായി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഒരു വിഷയം മാത്രം ഞാൻ ഏറ്റവും അവസാനം വന്നൊരു വിഷയം മാത്രം സൂചിപ്പിക്കാം. അത് ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനത്തിൽ ഫാക്ച്വൽ എററുണ്ട്, വസ്തുതാപരമായ പിശകുണ്ട് എന്ന് സർക്കാർ വിശദീകരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ഇടപെടും എന്ന് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ അത് തന്നെ തെറ്റാണ്. അത് വസ്തുതാപരമായി ശരിയല്ല, നിയമസഭാ രേഖകൾ പ്രകാരം ശരിയല്ല. കാരണം ഇതിനു മുമ്പ് തന്നെ 3 തവണ, ഒന്നിലധികം തവണ ഇടപെട്ടതിൻ്റെ വിവരങ്ങൾ സഭയിലടക്കം അദ്ദേഹത്തിൻ്റെ അടക്കം മുൻപിൽ വെച്ച് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം ഇങ്ങനെയൊരു വിശദീകരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് വസ്തുതാപരമായി പിശക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ വർഷം തന്നെ 11-ന് കൊച്ചിയിലെത്തിയ കേന്ദ്ര ഖനന വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കാന്താ റാവുവിൻ്റെ മുമ്പാകെ കേരളമാണ് ശക്തമായ ഈ കാര്യത്തിലുള്ള വിയോജിപ്പും ആശങ്കയും എതിർപ്പും അറിയിച്ചത്. ഇക്കാര്യങ്ങൾ സഭയിൽ പറഞ്ഞതാണ്. സഭാരേഖകളിലും യൂട്യൂബ് ചാനലും സഭാ TV-യുടെ രേഖകളിലും അതുണ്ട് എന്ന്. ഇതിനെ ചുവട് പിടിച്ച് മുൻപ് പല വിഷയങ്ങളിലും എന്നതുപോലെ മലയാള മനോരമ അത് ടേക്കപ്പ് ചെയ്തുകൊണ്ട് വിവാദങ്ങൾക്കിടെ പരിസ്ഥിതി ആഘാത പഠനം എന്ന നിലയ്ക്കൊരു വാർത്ത കൊണ്ടുവരിക, അതിനെയും സർക്കാർ ഖണ്ഡിച്ചു. അതും തെറ്റാണ്. കാരണം ഈ ജനുവരി തന്നെ 19-ാം തീയതി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന യോഗത്തിൽ 64-ാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് മീറ്റിങ്ങിൽ ആഴക്കടൽ ഖനനം സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ കേരളത്തിൻ്റെ അഭിപ്രായം വിയോജിപ്പും ശക്തമായി അറിയിച്ചതിനെ തുടർന്നാണ് ഈ പഠനം എന്ന നിലയിലേക്ക് പോയത്. അതല്ലാതെ ഇപ്പോഴുണ്ടായ വിവാദത്തെ തുടർന്നൊരു പഠനം നടത്തിക്കളയാം എന്ന നിലയിൽ അപ്പോൾ നൈസായിട്ട് അതിലേക്ക് ഇങ്ങനൊരു എൻട്രി മലയാള മനോരമ ശ്രമിച്ചപ്പോൾ അതിനെയും സർക്കാർ ഖണ്ഡിച്ചു. ഞാൻ പറഞ്ഞതാണ്, വിഷയങ്ങൾ, ആരോപണങ്ങൾ വരുമ്പോൾ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി അതിന് മറുപടി പറയുന്നു. അത് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു ആളുകൾക്ക്. അപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നിജേഷ്. അങ്ങനെ വന്ന് പ്രതിപക്ഷ നേതാവിന് വസ്തുതാപരമായി പിശകുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന നില കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒന്ന്, കാര്യങ്ങളെ നമ്മൾക്ക് പല രീതിയിൽ വിശകലനം ചെയ്യാം. ശരത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അതിനെടുക്കുന്നത്. സജീഷിനെ ബോധ്യപ്പെടുന്ന രീതിയിലും ശ്രീ സജീവന് ആ രീതിയിലുമാണ് എടുക്കുന്നത്. ഞാൻ അതിന് എതിരല്ല. കേരളത്തിലെ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തീരദേശ ഹർത്താൽ നടത്തി. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമായിരുന്നു. അവിടെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. അതല്ല, ഗവൺമെന്റ് സ്റ്റാൻഡ് ക്ലിയർ അല്ല എന്ന് തീരദേശത്തെ ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ റാലി നടത്താനുള്ള ചെലവ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഇനി പരിസ്ഥിതിയാഘാത പഠനം എന്ന് മനോരമ പത്രമല്ല, എല്ലാ പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയിലെ ഹെഡിങ് ആണ്, മറ്റുള്ളത് ചെറിയ വാർത്തയാണ്, അത്ര മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അത് ഗവൺമെന്റ് അത് ഞങ്ങൾ ഒറീസയിൽ പോയി, ആസാമിൽ പോയി എന്നൊന്നും പറയണ്ട. ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള മിഷണറി CPM വസ്തുതകൾ സംസാരിച്ചല്ലേ ബോധ്യപ്പെടുക. കേവലം ആരോപണങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ തർക്കങ്ങൾ കൊണ്ടോ അല്ലല്ലോ നിജേഷ്. ഫാക്ച്വലായി സംസാരിക്കുമ്പോൾ ഫാക്ച്വലായി മറുപടി പറയണ്ടേ? പ്രതിപക്ഷ നേതാവാണ് ഇനി അതിൽ പറയേണ്ടി വരുന്നയാൾ, അദ്ദേഹം മിണ്ടിയിട്ടില്ല. അല്ല, ഞങ്ങൾ കേരളത്തിലെ പല ഇഷ്യൂസ്, ഇപ്പൊ ശ്രീ സജീവൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ കണ്ടതെന്ന് എൻ്റെ വിശ്വാസം. കേരളത്തിലെ പ്രതിപക്ഷം കൂടുതൽ ശക്തമാവണം എന്ന ധാരണയിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ കേരളത്തിലെ സമരങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചുള്ള ശ്രീ സജീവൻ, ഞങ്ങൾ കുറച്ചു കാലമായി സംഘടനാ പ്രവർത്തന രംഗത്ത് ഞങ്ങളുടേതായ പണികൾ എടുക്കുന്നുണ്ട്. ആ പണികൾ ഏതെങ്കിലും ബൈ ഇലക്ഷനിൽ ജയിച്ചു പോയതല്ല. തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും പിന്നീട് നമ്മുടെ ചേലക്കരയിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ജയിച്ചു വന്നിട്ടുള്ളത്. ലോക്സഭാ ഇലക്ഷനിൽ ചേലക്കരയിൽ ഒരു സർക്കാരിന്റെ സീറ്റ്, ഭരണമുന്നണി സീറ്റ് പിടിച്ചെടുക്കാൻ ഈ കാലയളവിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് ജയിക്കാവുന്ന ഒരു തൃക്കാക്കരയോ പുതുപ്പള്ളിയോ നിശ്ചയമായും ജയിച്ചു UDF. പക്ഷേ LDFന്റെ കയ്യിലിരുന്നൊരു സീറ്റ് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു, ശരത്തിന് വിശ്വസിക്കേണ്ടത് ആ രീതിയിൽ വിശ്വസിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ ജൂൺ മാസം മുതൽ ചേലക്കരയിലും മലമ്പുഴയിലും പാലക്കാട്ടും പോയ ആളാണ്. അവിടെ ഞങ്ങൾ എടുത്ത സംഘടനാ പ്രവർത്തനമുണ്ട്. അതിന് റിസൾട്ട് കിട്ടിയെന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ അതിനെടുത്ത എല്ലാ കാര്യവും ഞങ്ങൾ വിളിച്ചു പറയണ്ടല്ലോ. കഴിഞ്ഞ ജൂൺ മാസം 4-ന് റിസൾട്ട് പ്രഖ്യാപിച്ച് 14-ാം തീയതി മുതൽ ചേലക്കരയിലും പാലക്കാട്ടും ഞങ്ങൾ എടുത്ത സംഘടനാ പ്രവർത്തനത്തിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ എടുത്തതിന് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല.
പിന്നെ സമരങ്ങളുടെ കാര്യത്തിൽ ശ്രീ സജീവൻ, ഞാൻ ഏതായാലും മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനാണ് പുറത്ത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ റേഷൻ കടയ്ക്ക് മുന്നിൽ സമരമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. മലയോര ജാഥയായിരുന്നു അതിന് തൊട്ട് മുമ്പായിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ സമരം ചെയ്തത്. ഇന്നലെയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നമ്മുടെ ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സർക്കുലർ കത്തിച്ചത്. 3-ാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റിനെയും കലക്ടറേറ്റിനെയും ഇടയ്ക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ വേറെ നടക്കുന്നു, വയനാട്ടിലെ സമരം വേറെ നടക്കുന്നു. അപ്പോൾ സമരങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. വളരെ കൃത്യമായി പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സമരരംഗത്ത് ഞങ്ങളുണ്ട്. അത് ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ തന്നെ കിടക്കട്ടെ, അവരുടെ വിശ്വാസം അതവഴിക്ക് തന്നെ പോയിക്കോട്ടെ. എന്നോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിജേഷ്, എന്നോടൊരു പ്രധാനപ്പെട്ട UDF നേതാവ് കഴിഞ്ഞ ദിവസം ദീർഘമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, സമരങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല, കോൺഗ്രസ് അതിൽ വിമുഖത കാട്ടുന്നു എന്നതിലുള്ള വിമർശനം. താങ്കൾ ഈ പറഞ്ഞ ഒറ്റപ്പെട്ട ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതില്ലാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ശക്തമായി സമരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നതിലെ വിമുഖതയിൽ അതൃപ്തിയുള്ള UDF നേതാക്കളുണ്ട് എന്നാണ് ഞാൻ സാന്ദർഭികമായി എനിക്കതിലൊക്കെ പേര് പറയാൻ പറ്റില്ല. ഞാൻ ശരത്തെ ഒറ്റ വാക്ക്, ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ NITക്ക് മുമ്പിൽ സമരത്തിലായിരുന്നു. നമ്മുടെ ഷൈജ ആണ്ടവന്റെ ഗോഡ്സെ ഇന്നലെ അവിടെ ഉണ്ടായ ഒരു സംഭവം. ഒന്ന് ശരത്ത് ശ്രദ്ധിക്കും, ഇന്നലെ KSU എല്ലാ രാഷ്ട്രീയ പാർട്ടി സമരം പക്ഷെ KSUവിന്റെ സമരത്തെ തല്ലിച്ചതച്ചത് ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വല്ലാതെ തല്ലിച്ചതച്ചു. ഒരു ജിതിൻ എന്ന മറ്റൊരു SI. ആ പോലീസുകാർ വിളിച്ചിട്ട് എന്തിനാണ് അടിക്കുന്നത്? അപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത് പഴയ ഹൊസബള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആനിരാജ പറഞ്ഞതൊക്കെ പോലീസിനകത്തുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുന്നത് NITക്കെതിരാണ്, അവിടെ ആണ്ടവനെ ഡീനാക്കിയതിനെതിരെയാണ്. പക്ഷെ തല്ലുന്നത് കേരള പോലീസാണ്. ഞങ്ങൾ അവിടെ ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല, ഒരു PDPP ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ അലോസരപ്പെടുത്തുന്നത്. ഗോഡ്സെക്ക് സിന്ദാബാദ് വിളിക്കുന്ന പോലീസുകാർ ഉണ്ടായോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളിലുണ്ട്. ഞങ്ങളുടെ സമരം NITക്ക് മുന്നിലെ സമരവും നടക്കുന്നുണ്ട്. മറ്റ് ഇന്നലെ വയനാട്ടിൽ രാപ്പകൽ സമരമായിരുന്നു. അപ്പൊ ആ സമരത്തെ പറ്റിയൊന്നും ഒരു ആദ്യം വേണ്ട. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു, വാർഡ് കമ്മിറ്റി ഞാൻ അതേക്കുറിച്ചല്ല എന്റെ ചോദ്യമൊന്നുമല്ല. നിങ്ങൾ എത്രമാത്രം സമരം ചെയ്തു എന്ന് വിശദീകരിക്കുന്ന ഒരു അജണ്ടയിലല്ലോ നമ്മള്. നിങ്ങൾ സമരങ്ങളിൽ പ്രതിപക്ഷമാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനടക്കം പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കേണ്ട ഫാക്ച്വൽ എറർ അദ്ദേഹം പറഞ്ഞതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മറുപടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരം പല ഘട്ടങ്ങൾ വരുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് സ്കിപ്പ് ചെയ്യാണ്. സജീഷോ ശരത്തോ പറഞ്ഞ ഞാൻ അതിന് മറുപടി പറഞ്ഞല്ല, അതിന്റെ രാഷ്ട്രീയമാണ്. ശ്രീ സജീവൻ മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം പറഞ്ഞതിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്, അല്ലാതെ സമരമില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫാക്ച്വൽ എറർ ഉണ്ട് എങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വെക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഫാക്ച്വൽ എറർ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ടയാൾ അദ്ദേഹമല്ലേ? അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് സർക്കാരിൽ ചുമതലപ്പെട്ട മന്ത്രിമാർ വിവരങ്ങൾ, അത് വെറുതെ ഒരു ഡേറ്റ് സഹിതം സർക്കാർ ഇന്ന തരത്തിൽ എതിർപ്പറിയിച്ചു എന്ന് പറയുമ്പോൾ ശരത്ത് ഞാൻ പറയുന്നത് എൻഗേജ് ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവല്ലേ? മന്ത്രിമാർ പറയുന്നതിന് ശരത്ത് കേരളത്തിലെ മന്ത്രിമാർ പറയുന്നതിനെയൊക്കെ ആധികാരിക രേഖയാക്കിക്കൊണ്ട് ശരത്തിന് വേണമെങ്കിൽ എടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കെന്നല്ല ആർക്കും പറ്റും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാം. എങ്ങനെ അത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആളാണ്. എന്റെ പോയിന്റ് കറക്റ്റാണ്. ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് പറയണം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ജനുവരി 11-ന് കൊച്ചിയിൽ പോയി കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്ര മൈനിങ് സെക്രട്ടറി കാന്ത റാവുവിനെ കേരളം അറിയിച്ചിട്ടില്ല എന്ന് അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. 25-ന് ഒഡീഷയിലെ യോഗത്തിൽ കേരളം ഈ അഭിപ്രായം വെച്ചു, അവിടെയാണ് പഠനം വരുന്നത് എന്ന് സർക്കാർ വിശദമാക്കുമ്പോൾ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് ചെയ്യേണ്ടയാൾ പ്രതിപക്ഷ നേതാവാണെന്ന് അവർ അത് തന്നെയാണ് എലപ്പുള്ളിയിൽ സംവാദത്തിന് വിളിച്ചപ്പോഴും കണ്ടത്. അല്ല ശരത്, വളരെ സിമ്പിൾ ആയി പറയാം. ആമസോൺ കാർഡുകളിൽ തീ ഉണ്ടായപ്പോൾ സമരം ചെയ്യാൻ പോയ യുവജന സംഘടനകളുണ്ട് ഇവിടെ. എന്തുകൊണ്ട് ഈ തീരദേശത്തെ വിഷയത്തിനകത്ത് ഒരു പരസ്യം നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുന്നതിനപ്പുറത്ത് എന്തുകൊണ്ട് ഒരു ഉറച്ച പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ CPIM-ന് സാധിക്കും? ശരി, കഴിഞ്ഞ നിയമസഭ ഞാൻ സജീഷിലേക്ക് വരികയാണ്. സജീഷാണ് അതിന് പറയേണ്ടയാൾ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ ഈ ബജറ്റ് സമ്മേളനത്തിൽ സജീഷിലേക്ക് വരുന്നതിന് നിജേഷ് ഒറ്റ കാര്യം, ഇപ്പോൾ പിരിഞ്ഞ ഉടൻ ചേരാൻ പോകുന്ന മാർച്ച് മാസം അടുത്ത ദിവസം തിങ്കളാഴ്ച മറ്റോ സഭ തുടങ്ങാൻ പോവുകയാണ് വീണ്ടും. അവിടെ കഴിഞ്ഞ സഭ പിരിയുമ്പോൾ ഈ വിഷയത്തിൽ എന്താണ് കേരളത്തിന്റെ നിയമസഭയിൽ നടന്നതെന്ന് നിജേഷ് ഒന്ന് പറയൂ. ഈ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളോട് ഈ ആഴക്കടൽ ഖനന പ്രശ്നം എങ്ങനെ സഭയിൽ ഉയർന്നു വന്നു? എന്തായിരുന്നു സർക്കാരിന്റെ മറുപടി? ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും മെനയാന്നും വരുന്ന വാർത്തകൾ, നിയമസഭ ആധികാരികമാണല്ലോ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച്. ആ സ്റ്റേറ്റിന്റെ നിയമസഭയിൽ എന്ത് സംഭവിച്ചു?
അല്ല, ഏതായാലും ആഴക്കടൽ ഖനനത്തിനെതിരായിക്കൊണ്ട് ഒരു സ്റ്റാൻഡ് കേരള ഗവൺമെന്റ് നിയമസഭയിൽ എടുത്തതായിട്ടുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ ശരത്തിന് ഇവിടെ പ്രഖ്യാപിക്കാം. അതാണ് കഴിഞ്ഞ പ്രശ്നം. നിയമസഭയ്ക്കകത്ത് വെരി സോറി, പ്രശ്നം അതാണ്, പ്രശ്നം അതാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയ വിശദീകരണമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പക്ഷേ അതിനിടയിൽ ഫാക്ച്വലായി സംസാരിക്കുമ്പോൾ ഫാക്ച്വൽ ആവണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഡോക്യുമെന്റ് വെച്ചോ, ശരത്ത് വെച്ചോ, നിശ്ചയമായും കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിഷയം ഞാൻ സജീഷിലേക്ക് പോവാണ്. കേരളത്തിന്റെ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിജേഷും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തോളൂ. കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. കേരളത്തിൻ്റെ ആശങ്ക സർക്കാർ ടേക്കപ്പ് ചെയ്തപ്പോൾ പ്രതിപക്ഷവും ആ നിലപാട് സ്വീകരിച്ചു. അതിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തു. ഒന്നിച്ച് കേരളത്തിൻ്റെ ഈ ആശങ്ക മുന്നോട്ട് കൊണ്ടുപോകാം, ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്യും എന്നതടക്കമുള്ള സമീപനം കേരളത്തിൻ്റെ ഒരു പൊതു നിലപാടാണ് നിയമസഭയിൽ കേട്ടത്. നിയമസഭ പിരിഞ്ഞതോടുകൂടി അതിലൊരു രാഷ്ട്രീയം തിരിച്ച് കേരള സർക്കാരിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് തിരിക്കാൻ കഴിയുമോ എന്ന നോട്ടത്തിലേക്ക് പ്രതിപക്ഷം മാറുന്നു. ആ പ്രതിപക്ഷത്തിന് സഹായകരമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ തിരിയുന്നു. അപ്പോൾ പിശകായ കാര്യങ്ങൾ പറയുന്നു. ആ പിശകായ കാര്യങ്ങളാണ് എന്ന് തീയതി സഹിതം പരിപാടികൾ സഹിതം കേരളത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഏത് ഉദ്യോഗസ്ഥൻ പോയാണ് കേരളത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതെന്നടക്കം സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്രയുമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞത്. സജീഷിൻ്റെ ഊഴം പറയും മറുപടി, അല്ലെങ്കിൽ താങ്കൾക്ക് പറയാനുള്ളത്. അല്ല ശ്രീ ശരത്ത്, ഇതിൽ കാണേണ്ടത് ശ്രീ നിജേഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത് അവർക്ക് ഈ കാര്യം തെറ്റിദ്ധരിപ്പിക്കണമെന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ വസ്തുതകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിതിനെ പോസിറ്റീവായി കാണുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവായ വികാരമാണല്ലോ. കേരളത്തിൻ്റെ പ്രകൃതിയെ തകർക്കുന്ന രീതിയിൽ കടൽ ഖനനത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മലയാളികൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കണം. അതാണ് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഇത്തരത്തിലുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. കാരണം കേരളത്തിലെ ഗവൺമെൻറ് പ്രതിനിധീകരിക്കുന്ന എല്ലാ മലയാളികളെയുമാണ്. ആ മലയാളികൾക്കെതിരായി, കേരളത്തിനെതിരായി കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി ഒരുമിച്ച് നിൽക്കണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അത് നിയമസഭയ്ക്കകത്ത് കൃത്യമായി പറയുകയുണ്ടായി. എന്നാൽ ആ സമീപനമല്ല കോൺഗ്രസിനുള്ളത്. കേരളത്തെ സാമ്പത്തികമായി തകർക്കുമ്പോഴും കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുമ്പോഴും കേരളത്തിലെ ഓരോ വിഷയങ്ങളിലും, ഇപ്പോൾ ആശാ വർക്കറുടെ കാര്യമൊക്കെ നേരത്തെ ഇവിടെ പരാമർശിച്ചു, 100 കോടിയിലധികം രൂപയാണിപ്പോൾ തരാതിരിക്കുന്നത്, കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും കേന്ദ്രം കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ആസ്വദിക്കുന്നവരായി പ്രതിപക്ഷം മാറുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ ഒരു കാര്യം, നിയമസഭയിൽ നടന്നതെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്, ചർച്ച മുന്നിലുണ്ട്, അത് നിയമസഭ ടെലിവിഷനകത്തുമുണ്ട്, അതെല്ലാം ആളുകൾക്ക് മുന്നിലാണ്, ഇനിയും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിജേഷോ ശ്രീ വി.ഡി. സതീശനോ അല്ലെങ്കിൽ മനോരമയോ കള്ളം പറഞ്ഞുകൊണ്ട് മയക്കാൻ വേണ്ടി കഴിയുന്നതല്ല, അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട നിജേഷ്, കേരളത്തിൽ നിന്ന് നിങ്ങളുടെ MP-മാർ പോയല്ലോ പാർലമെൻറ്റിൽ, ഒറ്റ അക്ഷരം കടൽ മണൽ ഖനനത്തിനെതിരായി മിണ്ടിയിട്ടുണ്ടോ? മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിയമസഭ രേഖ പോലെ തന്നെ, നിയമസഭ ടെലിവിഷൻ പോലെ തന്നെ സഭാ TV ഉണ്ടല്ലോ. നാളെ വി.ഡി. സതീശൻ പുറത്തുവിടും ഞങ്ങളുടെ MP കേന്ദ്രത്തിൽ. നിങ്ങളെന്തിനാണ് MP ആകുന്നത്, MLA ആകുന്നത്? നിങ്ങൾ അധികാര സ്ഥാനം വഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ? ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദവും നിങ്ങൾ ഉയർത്തുന്നത് എവിടെയും കാണുന്നില്ല. പാർലമെൻറ്റിൽ പോയി ജയിച്ചു എന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ജയിച്ചു എന്ന അഹങ്കാരം കുറച്ച് കഴിയുമ്പോൾ തീരുകയും ഇടതുപക്ഷം തിരിച്ചു വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ജയിക്കുമ്പോഴുള്ള അഹങ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവിടെ പാർലമെൻറ്റിൽ പോയി ഒറ്റ അക്ഷരം നിങ്ങൾ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തെളിയിക്ക്, രേഖ എടുത്ത് പുറത്തു വെക്ക്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്സഭയിലേക്ക് പോയ UDF MP-മാർ ഈ വിഷയത്തിൽ എന്തു ചെയ്തു? ഒരു രേഖ, ഒരു വിശദീകരണം താങ്കൾക്ക് ചുരുക്കത്തിൽ തരാൻ കഴിയുമോ? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഈ വിഷയത്തിനെ അഡ്രസ് ചെയ്യുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ MP-മാരും ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഉണ്ടാകും എന്നല്ല, ഉണ്ടായോ? ഞാൻ ഒന്നുകൂടി ചോദ്യം അതാണ് നിജേഷ്, അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ടായോ? അല്ല, ഒന്നുകൂടി ശരത്തിനോട് വളരെ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ UDF ആയിട്ടും LDF ആയിട്ടും BJP-യുമായിട്ടും ആ വിശദീകരണം ഒന്നും വേണ്ട. UDF MP-മാർ കേരളത്തിനകത്ത് ഈ നിലപാടെടുക്കുന്ന UDF-ന്റെ MP-മാർ ലോക്സഭയിൽ എന്തു ചെയ്തു? ശരത്ത്, ലോക്സഭയ്ക്കകത്ത് ഈ വിഷയം ഉയർന്നു വന്നാൽ
ഇന്നലകളിൽ വന്നാൽ അത് നിങ്ങൾ ഉയർത്തി കൊണ്ടുവന്നോ എന്നാ ചോദ്യം. ഉയർന്നു വരുന്നത് എങ്ങനെ? നിങ്ങൾ ഉയർത്തി ഉയർന്നു വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇതിനെതിരായിട്ട് ഇടപെടുമ്പോഴാണ്. സംസാരിച്ചോ? വരുന്ന ലോക്സഭ ഉയർന്നു വരാൻ ആരുയർത്തും? ആരാണ് ഉയർത്തുക? ഉയർത്തേണ്ടവർ എം പിമാരാണ്. അതിന് ഉയർത്താൻ ഇഷ്ടം പോലെ ആളുകൾ എവിടെ? കേരളത്തിന്റെ തീരദേശ ഒരു കാര്യം പറയും, ചെയ്ത ഒരു കാര്യം പറയും, ചെയ്ത ഒരു കാര്യം പറയും. ഏത് കാര്യത്തിലാണ് വേണ്ടത് ശരദേ? ആഴക്കടൽ ഖനനത്തിന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ ചെയ്ത ഒരു കാര്യം പറയും. ആഴക്കടൽ അല്ല, ഞാൻ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ലോകസഭയിൽ വരുന്ന സമയത്തല്ലേ വന്നു. വരുന്ന തെറ്റ് സമയത്തല്ലേ എനിക്ക് പറയുന്നതിൽ ലോക്സഭയിൽ വിഷയം വന്നു. നിങ്ങൾ സർ വന്നു. തിരിച്ച് ഞാൻ ശരത്തിനോട് ചോദിക്കട്ടെ, വന്നു. എപ്പോഴാണെന്നറിയോ? എംഎൽഎമാർ തെറ്റ് മിണ്ടാതിരുന്ന ലോക്സഭയിൽ ഈ വിഷയം വന്നു, പാസാക്കി. UDF എംപിമാർ എന്ത് ചെയ്തു? നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ദയവ് ചെയ്ത്. UDF എംപിമാർ എന്ത് ചെയ്തു? അല്ല, LDF എംപിമാർ UDF എംപിമാർ മിണ്ടാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭം ശരത്തിന് സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു സർക്കാർ അവരുടെ എതിർപ്പ് 1 2 3 തവണ അവതരിപ്പിച്ചു എന്നിരിക്കെ ലോക്സഭയിലേക്ക് പോയ UDF എംപിമാർ എന്ത് ചെയ്തു? സജീഷിന്റെ അവസരം. സജീഷ് ഒരു ചെറിയ മറുപടി. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും തൃപ്തികരമായ മറുപടി ഉണ്ടോ? ശശി തരൂർ മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെയുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചോദ്യവും ഉത്തരവും വിഷയം ലോക്സഭയിൽ ഉയർന്നു വന്നപ്പോൾ ലോക്സഭയിൽ ഒരു കോൺഗ്രസിന്റെ MP പോലും ഒറ്റ അക്ഷരം മിണ്ടാതെ ഇതിന് അനുകൂലമായ നിലപാടും സ്വീകരിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ഉറങ്ങാനും സുഖലോലുപരായിരിക്കാനും റീൽസ് ഉണ്ടാക്കി വിടാനും ഒക്കെ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ MP-മാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പുറത്തൊന്നുകൂടി നിജേഷ് ഒന്നുകൂടി പറയാം. ആദ്യമായി ഈ വിഷയം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിനെ കൃത്യമായി കേരളത്തിന്റെ വിയോജനം അറിയിച്ചു, രേഖാപരമായി അറിയിച്ചു. മാത്രവുമല്ല, കഴിഞ്ഞ ജനുവരി 11 കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചേർന്നപ്പോൾ ആ കമ്മിറ്റിക്കകത്ത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നയപരമായ നിലപാട് വളരെ കൃത്യമായി വിയോജിപ്പ്, എതിർപ്പ് പ്രകടിപ്പിച്ചു. ജനുവരി 19 സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇത്ര സെൻസിറ്റീവായ വിഷയങ്ങളിൽ എന്തൊക്കെ ചെയ്തു, എന്തു ചെയ്തു, എന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്നത് ചോദിക്കുമ്പോൾ വസ്തുനിഷ്ഠമായ ശരിയായ മറുപടികൾ, വിശദീകരണങ്ങൾ ഒരു സമൂഹം ആവശ്യപ്പെടും. അത് വളരെ പ്രധാനമാണ്. അത് ആരുടെ ഭാഗത്തു നിന്നായാലും എന്നേ എനിക്കതിൽ പൊതുവായി പറയാനാകൂ എന്നുകൂടി പറയട്ടെ. ഞാൻ ശ്രീ പ്രേമേന്ദ്രൻ ഇന്ന് MP പറഞ്ഞൊരു കാര്യമാണ് ഇടവേളയ്ക്ക് മുമ്പ് ഞാൻ ശ്രീ സജീവനോട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ ശ്രീ സജീവൻ? അതായത് മണിപ്പൂർ വിഷയത്തിൽ സഭ അങ്ങനെ പ്രക്ഷുബ്ധമായ സമയത്താണ് ഏത് ബില്ല്, ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിനിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ശ്രീ സജീവൻ വളരെ ക്യുക്കായി നമുക്ക് ചർച്ച വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇല്ല, മണിപ്പൂർ വിഷയത്തെക്കാൾ കൂടുതൽ മണിപ്പൂർ വിഷയത്തെ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായ രീതിയിൽ വരാൻ പോകുന്ന ഒരു പ്രത്യാഘാതമാണ് ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ടത്. ഇവിടുത്തെ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, ഇവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറേ രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ്. അങ്ങനെയുള്ള കാര്യത്തിന് എന്തെല്ലാം മണിപ്പൂരിനെ പോലെ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് ആ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടായില്ല, പ്രതിഷേധിക്കാൻ സമയം ഉണ്ടായില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഇതാണ് പ്രശ്നം. നമ്മുടെ നാടിനെ നേരിടുന്ന കാര്യങ്ങളിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി. നിജേഷ്, ഇതാണ് പ്രശ്നം. അദ്ദേഹം തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നതിൽ ഒരു കുറ്റബോധമുണ്ട്, ഒരു ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന എലമെന്റ് അക്കാര്യത്തിൽ കിടപ്പുണ്ട്. അല്ല, അത് കുറ്റബോധം ശ്രീ നിജേഷ് കെ രാധാകൃഷ്ണൻ ചെയ്ത കൂടി പറഞ്ഞാൽ എളുപ്പമായിരുന്നു എനിക്ക് കാര്യങ്ങൾ പറയാനേ. ശ്രീ സജീഷ് അദ്ദേഹം കെ രാധാകൃഷ്ണൻ പറഞ്ഞത് അറിയാൻ കാത്തിരിക്കുകയാണ്. സജീഷിന്റെ അവസരം നമുക്ക് വേഗം അവസാനിപ്പിക്കും. UDF എംപിമാരെ കുറിച്ചായിരുന്നു എന്റെ ചോദ്യം. ഇവിടെ പ്രേമേന്ദ്രൻ പറഞ്ഞതാണ് ഞാൻ വായിച്ചത്. അവർക്കൊന്നും പറയാനില്ലാതെ കെ രാധാകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ട്, കേരളത്തിലെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്, സർക്കാരിന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രത്യാഘാതങ്ങളെ കുറിച്ചെല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഇത് പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എവിടെയാണ് പ്രശ്നമെന്ന് ശ്രീ നിജേഷിന് അറിയാമോ? എന്തുകൊണ്ട് നിജേഷും കേരളത്തിലെ UDF എംപിമാരും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കൂട്ടായി നേരിടേണ്ട പ്രശ്നമായിരുന്നു.
നിങ്ങളുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉള്ള പ്രശ്നം എന്താണ്? കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ പോലും യോജിക്കാൻ വേണ്ടി കഴിയുന്നില്ല. നിങ്ങളുടെ സ്വഭാവമേ മാറിയിരിക്കുന്നു. അധികാരത്തിന് വേണ്ടി കേരളത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്, ഇത് കേരളത്തിന്റെ വിഷയമാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുമിച്ച് പോരാടാം. ഒരുമിച്ച് പോരാടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റയ്ക്ക് പോരാടാനും നിങ്ങൾ കൊള്ളില്ല, ഒരുമിച്ച് പോരാടാനും നിങ്ങൾ കൊള്ളില്ല എന്നുള്ളതാണ്. ഏതായാലും മൂന്ന് പേർക്കും വളരെയധികം നന്ദി. വളരെ സങ്കീർണമായ ആഴക്കടൽ ഖനനം എന്ന കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നത്തിൽ പോലും ശക്തമായി സർക്കാരിനൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത പ്രതിപക്ഷം, ആ നിലയിൽ ദുർബലമാകുന്ന ആരോപണങ്ങളിൽ വല്ലാതെ പിന്നോട്ട് പോകേണ്ടി വരുന്ന, വസ്തുതാപരമായി വിവരങ്ങൾ വെളിപ്പെടുമ്പോൾ ദുർബലമായി തീരുന്ന പ്രതിപക്ഷം എന്നത് വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ചർച്ചയിൽ അടക്കം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർക്ക് ആ നിലയിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ജനുവരി 11-നും ജനുവരി 19-നും നടന്ന വളരെ സുപ്രധാനമായ 2 യോഗങ്ങളിൽ കേന്ദ്ര ഖനന സെക്രട്ടറി കാന്താറാവുവിനോടാണ് കേരളത്തിൻ്റെ ശക്തമായ എതിർപ്പ് അറിയിച്ചത്. അതേ തുടർന്നാണ് 19-ന് ഒഡീഷയിലെ യോഗത്തെ തുടർന്ന് പരിസ്ഥിതി ആഘാത പഠനം നടത്താമെന്ന് സമ്മതിക്കേണ്ടി വന്നത്. ആ സമ്മതം എന്നുള്ളത് കേരളത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന്, അല്ലാതെ ചിലർ പറയുന്നത് പോലെ ഇപ്പോൾ രൂപപ്പെട്ട വിവാദത്തെ തുടർന്ന് ഉണ്ടായതേയല്ല. ഈ വിവരങ്ങൾ സഭയ്ക്കകത്തെ രേഖകളിലുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ ആധികാരികമായ ഒരു വസ്തുത. അതിനെ പ്രതിരോധിക്കാൻ, അതിന് മറുപടി പറയാൻ, അതിലെന്തെങ്കിലും ഒരു എതിർപ്പ് പറയാൻ നാളിതുവരെ പ്രതിപക്ഷത്തിനോ നേതാവിനോ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഈ ചർച്ചയുടെ ഭാഗമായി പറയേണ്ടതായി വരും. UDF എംപിമാർ ചെയ്യാതെ പോയത് എന്താണ് എന്നുകൂടി ഇപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നില വന്നിട്ടുണ്ട്. വളരെയധികം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.